ഫാമിലി. അപ്പോൾ പുതിയൊരു വീക്കിന് നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വീക്ക് സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റഡി ചാലഞ്ച് ഈ വീക്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നല്ല, നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചാലഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ വീക്കിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീക്കിൽ നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് തരുന്ന ഒരു സ്റ്റഡി പ്ലാൻ അഥവാ ഒരു സ്റ്റഡി ചാലഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് നമ്മുടെ സൃഷ്ടി ബാച്ച് അഥവാ ക്ലാസ് 7ലെ ബാച്ചാണ് സൃഷ്ടി ബാച്ച് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സൃഷ്ടി ബാച്ചിലെ ഈ വീക്കിലെ നമ്മുടെ ചാലഞ്ച് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് മിസ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. സോ സൃഷ്ടി ബാച്ചിൻ്റെ പ്ലാൻ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൺഡേ മുതൽ ഇപ്രാവശ്യം സൺഡേ വരെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൂജ ഹോളിഡേയ്സിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച നമ്മുടെ സൃഷ്ടി ബാച്ചിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. ആൻഡ് മൺഡേ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ന് നമ്മുടെ റേഷ്യോ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ്. അതോടെ റേഷ്യോ ചാപ്റ്റർ നമ്മുടെ ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ആൻഡ് മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മുടെ വർഷ മിസ് വരുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് വെനസ്ഡേ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് തേഴ്സ്ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ബേസിക് സയൻസിലെ ചാപ്റ്ററാണ്, പുതിയ ചാപ്റ്ററാണ്. അത് ഒറ്റ ലൈവിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്വന്തം അലക്സാർ ആയിരിക്കും നിങ്ങൾക്ക് ഇത് എടുത്തു തരുന്നുണ്ടാവുക കേട്ടോ. സോ ഈ വീക്ക് ഈ ഒരു ബേസിക് സയൻസിലെ കംപ്ലീറ്റ് 1 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഷോർട്ട് ആൻഡ് മാത്സിൻ്റെ പാർട്ട് 2 ആയിരിക്കും നെക്സ്റ്റ് ഡേ ഉണ്ടായിരിക്കും, അതായത് ഫ്രൈഡേ. ദെൻ സാറ്റർഡേ നോക്കുകയാണെങ്കിൽ ഹീറ്റ് ഇൻ എവരിഡേ ലൈഫിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ഫുൾ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ലൈവ് ആയിരിക്കും എന്തുണ്ടാവുക, സാറ്റർഡേ ഉണ്ടാവുക. ആൻഡ് സൺഡേ നമ്മുടെ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 2 കൂടെ ഉണ്ടായിരിക്കും. സോ ഈ വീക്ക് നമ്മൾ ബേസിക് സയൻസ് കവർ ചെയ്യുന്നുണ്ട്, മാത്സ് കവർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ എന്തായാലും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീക്ക് ഈ ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഒരു വിചാരമാണ്, മിസ് ഇപ്പോൾ നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഈ ബാക്ക്ലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞ വീക്കിൽ കംപ്ലീറ്റ് ചെയ്തൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളത്. സോ അതിന് നിങ്ങൾക്ക് ഓൾറെഡി മിസ് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 1 മണിക്കൂർ എക്സ്ട്രാ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനോടുപരി ഇപ്പോൾ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അതിന് പകരം നിങ്ങൾ 1 മണിക്കൂർ എന്ത് ചെയ്യുക, ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാനും കൂടെ കൊടുക്കുക. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ലെഷർ ടൈംസിൽ നിങ്ങൾ വർക്ക്ഷീറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സൺഡേസിൽ എക്സ്ട്രാ ടൈം എടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പിൽ പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ മിസ് പറയുന്ന പോലെ 1 മണിക്കൂറിൽ തന്നെ പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബാക്ക്ലോഗുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഉറപ്പായിട്ടും നവംബർ 15ന് മുമ്പ് നമ്മുടെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനിയും നിങ്ങൾ നീണ്ടു പോകാതിരിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ബാക്കി നിങ്ങൾ വിചാരിക്കുന്നത് മിസ് ഇപ്പോൾ സൃഷ്ടി ബാച്ചിലെ ചാലഞ്ച് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഈ വീക്ക് യൂട്യൂബിലും നിങ്ങൾക്ക് അത്യാവശ്യം നിറയെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ലൈവുകൾ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ നടക്കുന്ന ലൈവുകൾ, നമ്മുടെ യൂട്യൂബിൽ നടക്കുന്ന ലൈവുകൾ ഒരു റിവിഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ റിവിഷനും കൂടെ നമുക്ക് കഴിഞ്ഞു. കാരണം റിവിഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ.
സോ നമ്മുടെ യൂട്യൂബ് പ്ലാൻ നോക്കുകയാണെങ്കിൽ മൺഡേ, അതായത് ഇന്ന് നമ്മുടെ സോഷ്യൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓൾറെഡി നമ്മൾ ബാച്ചിൽ അത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ഇന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹിന്ദിയുടെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ഉണ്ടായിരിക്കും. ദെൻ മാത്സിൻ്റെ റേഷ്യോൻ്റെ വൺ ഷോട്ട് ലൈവ് ആണുള്ളത്. ദെൻ തേഴ്സ്ഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നതല്ല, ഫ്രീ ആണ്, യൂട്യൂബിൽ ക്ലാസ് ഇല്ല. ആൻഡ് തേഴ്സ്ഡേ, അതായത് ഫ്രൈഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലൻ സാറ് നിങ്ങൾക്ക് USSൻ്റെ ലൈവ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ സാറ്റർഡേ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡി എ വണ്ടർ ആൻഡ് ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ബേസിക് സയൻസിൻ്റെ വൺ ഷോട്ട് ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വൺ ഷോട്ടുകളുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് എൻ്റെ കുട്ടികൾ ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഓൾറെഡി ബാച്ചിലെ മക്കൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഈ ലൈവുകൾ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ഇനി അല്ല നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടി ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഓരോ വീക്കും പ്ലാനിനനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൃഷ്ടി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF നോട്ടുകളും വർക്ക്ഷീറ്റുകളും ചാപ്റ്റർ വൈസ് എക്സാമുകളും എല്ലാമായിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ ആയിരിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ മക്കളെ, അപ്പോൾ ഈ വീക്കിലെ ചാലഞ്ച്, ഈ ഒരു സ്റ്റഡി ചാലഞ്ചിന് നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കോമെൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ ബൈ.